സമരം ചെയ്യുന്ന അങ്കണവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ട എന്ന് സർക്കാർ ഉത്തരവ്. സമരം തുടർന്നാൽ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്. സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശനിയാഴ്ചയാണ് ഉത്തരവിറക്കിയത്. പ്രതികാര നടപടികളിൽ ഭയമില്ലെന്നും രാപ്പകൽ സമരം തുടർന്നും അങ്കണവാടി ജീവനക്കാർ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സെക്രട്ടേറിയറ്റ് പടിക്കൽ വീണ്ടും സമരവുമായി ഒരു കൂട്ടം സ്ത്രീകൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 37 ദിവസമായി ആശാപ്രവർത്തകരുടെ സമരം നമ്മൾ കണ്ടുവരികയാണ്. അതിന് പിന്നാലെയാണ് അംഗൻവാടി പ്രവർത്തകരായ സ്ത്രീകൾ കൂടി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരവുമായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUCന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തകർ, ഹെൽപ്പർമാരും വർക്കർമാരും ഇപ്പോൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സമരത്തിലേക്ക്, രാപ്പകൽ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സമരം ഇവർ ആരംഭിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം ഈ ആശാപ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ മിനിമം വേതനം 700 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അവരുടെ ഓണറേറിയം തുക 700 രൂപയാക്കുക, അതായത് പ്രതിമാസം 21,000 രൂപയാക്കി ഓണറേറിയം ഉയർത്തണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. നിലവിൽ ഇവർക്ക് 10 വർഷം കഴിഞ്ഞവരാണെങ്കിൽ 13,000 രൂപയാണ് ഇവർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. 10 വർഷത്തിൽ താഴെയുള്ളവരാണെങ്കിൽ 12,500 രൂപയാണ് ഈ അംഗൻവാടി ഹെൽപ്പർ വർക്കർക്ക് ലഭിക്കുന്നത്. ഇനി ഹെൽപ്പറുടെ ശമ്പളം നോക്കുകയാണെങ്കിൽ 8,500 രൂപയാണ് ഒരു ഹെൽപ്പർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. ഈ ഒരു ഓണറേറിയം തുക തന്നെ, അല്ലെങ്കിൽ ഈ വേതന തുക തന്നെ ഇവർക്ക് 3 ഗഡുക്കളായിട്ടാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിഹിതം ഒരു ഗഡുവായിട്ട് ലഭിക്കും, കേന്ദ്ര വിഹിതം മറ്റൊരു ഗഡുവായിട്ട് ലഭിക്കും, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിഹിതം മറ്റൊരു ഗഡു. അങ്ങനെ 3 ഗഡുക്കളായിട്ടാണ് ഇവർക്ക് ഈ തുച്ഛമായ വേതനം ലഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഇതിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അംഗൻവാടി പ്രവർത്തകർ ഇപ്പോൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഒരു സമരം ചെയ്യുന്ന ആളുകളോട് തന്നെ നമുക്ക് ഇവരുടെ ആവശ്യങ്ങളെ പറ്റി ചോദിക്കാം. ചേച്ചി, 10 ആവശ്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. അത് ഈ വേതന വർധനവ് കൃത്യമായും ഈ ഓരോ മാസവും തുകയെല്ലാം ഒന്നിച്ച് ലഭിക്കണമെന്നതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കിട്ടണത്. അത് തലേ മാസത്തെ ശമ്പളം 1.5 മാസമൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടണത്. അത് ഒന്നിച്ച് കിട്ടിയെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ളൂ. ഇത് 3 പ്രാവശ്യമായിട്ട് കിട്ടിയിട്ട് ഒരു ഗുണവുമില്ല. അതുപോലെ 10 വർഷം കഴിഞ്ഞവർക്ക് 500 രൂപ കൂടുതലുള്ളൂ, അല്ലാത്തവർക്കില്ല. പിന്നെ ഈ ഗ്യാസ്, വാട്ടർ ബില്ല്, കറണ്ട് ചാർജ് ഇതെല്ലാം അടച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രതികാര നടപടികളിൽ ഭയമില്ല എന്നാണ് അങ്കണവാടി ജീവനക്കാർ പറയുന്നത്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.